മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡാർജിലിംഗ് സെക്കൻഡ് ഡേ വിശേഷംസാണ് പറയുന്നത്. ഞങ്ങളിതേ രാവിലെ ഒരു 4 മണിയായപ്പം ടൈഗർ ഹില്ലിലെത്തി. ഈ ടൈഗർ ഹില്ല് സൺറൈസിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഡാർജിലിംഗിൽ പോകുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പോകാറുണ്ട്. പക്ഷേ ഈ 4 മണിക്ക് ചെന്നപ്പോഴും അവിടെ നിറയെ മനുഷ്യന്മാരായിരുന്നു. സൂചി കുത്താൻ പോലും കടയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ നേരം നിന്നു. കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ സീസണിൽ കറക്റ്റ് സൺറൈസ് കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ താങ്ക്ഫുള്ളി നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തു. കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കാഞ്ചൻജംഗയുണ്ട്. അവിടെ ഇങ്ങനെ കളർ മാറുന്നത് കാണാൻ പറ്റും. അവിടെ നേരെ നമ്മൾ ഗൂം മൊണാസ്ട്രിയിലോട്ടാണ് പോയത്. അതിൻ്റെ അകത്ത് കയറാൻ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ബട്ടാസിയ ലൂപ്പിൽ പോയി അവിടെയും കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് ഇതേ സൂവിൽ പോയി. അവിടുത്തെ സൂ ഇച്ചിരി ഫേമസ് ആട്ടോ, കുറച്ച് വലിയതും കൂടെ. കുറേ നേരം നടന്ന് അവസാനം കുറേ ക്ഷീണിച്ച് ഞങ്ങളിതേ ഒരു കുരങ്ങൻ്റെ കൂടെ ഫോട്ടോയും എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ഹിമാലയൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ മ്യൂസിയം പോലത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ. നല്ല രസമാണ് അവരതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ കൂടെ നന്നായിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര അഭിമാനം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് റെഫ്യൂജി ക്യാമ്പിലോട്ടാണ്. അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരുടെ കൂടെ ചായ കുടിക്കുക. നമുക്ക് ഈ സ്നാക്ക് കണ്ടോ, അതൊരു ആദിത്യ മര്യാദ പോലെ തരുന്നതാണ്. പക്ഷേ ഈ സംഭവം അത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാണ്. പക്ഷേ രണ്ടും അടിപൊളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് സ്റ്റോറുകളിലൊക്കെ കയറി. അവിടെ റെഫ്യൂജീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ ടീ പ്ലാന്റേഷനിൽ പോയി. ഇതേ കണ്ടോ, ഞാൻ അവിടെ ഇന്ന് വൈബ് ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു റോപ്പ് വേയിൽ പോയി. ഈ റോപ്പ് വേയിൽ ടിക്കറ്റ്സ് കിട്ടാൻ ആക്ച്വലി ഭയങ്കര പാടാണ്. ഞങ്ങൾ ആ സൂവിൽ 2-3 മണിക്കൂർ അവിടെ ഫുള്ള് നടന്നിരുന്ന ടൈമിൽ ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ചേട്ടൻ്റെ പിടിപാടിൽ ഞങ്ങൾക്ക് അവിടുന്ന് 2 ടിക്കറ്റ് ഒപ്പിച്ചു തന്നതാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളിങ്ങനെ പോയി. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടു. അതൊരു റിലാക്സേഷൻ മോഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളന്ന് വൈകിട്ടായി. ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ അതൊരു രസം. അങ്ങനെ അവിടുത്തെ ബോർഡ് ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞു, താങ്ക് യു ഫോർ വിസിറ്റിംഗ്.